അന്നപൂർണേശ്വരിയ, തൊഴുതോളൂ. ഇതെന്താ വീടിനുള്ളില് അമ്പലം? തലമുറകളായി കൈമാറി വരുന്ന സമ്പ്രദായങ്ങളും വിശ്വാസവും. ഇവിടെ വരുന്ന ഓരോ ആളും ഞങ്ങളുടെ അതിഥിയാ. ഓ, അതിഥി ദൈവത്തെ പോലെ. ഇന്നത്തെ അതിഥി ഇയാളാ. ആയിക്കോട്ടെ. മുത്തശ്ശന്റെ പൊന്നുമക്കൾ എത്തിയോ? വാ. നിങ്ങൾ എപ്പോ വന്നു? കുറച്ചു നേരം അയച്ച. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അതെ, കോവിലിലെ പൂജയൊക്കെ ഭംഗിയായി കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാം ശ്രീരാമന്റെ അനുഗ്രഹം മോളെ. ഇതെന്റെ മൂത്ത മോന്റെ ഭാര്യ മുത്തുമണി. എവിടെ പോയി? എന്താ എന്താ നോക്കുന്നേ? അല്ല, മനുഷ്യരെ മൃഗങ്ങളെ പോലെ കാണുന്ന നമ്മുടെ നാട്. ഇവിടെ മൃഗങ്ങളെ മനുഷ്യരെ പോലെ ഈ വീട്ടിൽ പരിചരിക്കണ കണ്ടപ്പോ അത്ഭുതം തോന്നി. പശുക്കളെ ആരാധിക്കുന്ന കുടുംബ പാരമ്പര്യ ഞങ്ങളുടേത്. ഓ, ഗോമാതാക്കൾ ഐശ്വര്യവും സമാധാനവും കുടുംബത്തിന് നൽകും. എന്താ പറയുന്നേ? സാറേ, ഇത് വീടത് കൊട്ടാരോ? ഹോ, ഒരു ചായ കിച്ചണിൽ നിന്ന് ഇവിടെ ഡൈനിങ് ടേബിൾ എത്തുമ്പോഴേക്കും തണുത്തുണ്ടാവൂല്ലേ? ശരിക്കും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോണ്ടി വരും ഓരോ റൂമിലേക്ക്. ഇന്നത്തെ അതിഥി എനിക്ക് മനസ്സിലായില്ല. ഞാൻ രാമു, രാമചന്ദ്രൻ. സാറല്ല സഹായം. കൃഷ്ണമോളെ അവിടെ മോളിലുണ്ട്. അവളെ വിളിക്കേ. കൃഷ്ണ, കൃഷ്ണ, ദേ വരുന്നമ്മ. ദേ വിളിക്കുന്നു, വേഗം ചെല്ലേ. ഇത് ഫിനിഷ് ചെയ്തിട്ട് പോവാം. വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് അച്ചിത്തപ്പേര്. എഴുന്നേറ്റേ. കണ്ടില്ലേ ടോക്കൊന്ന് ഉറപ്പായി കാണിക്കുന്നേ. കൃഷ്ണ ചെല്ലേ. രാമു, ഹായ്. what a surprise. രാമു എങ്ങനെ ഇവിടെ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ആളെ മനസ്സിലായോ? ഈ രാമു എന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. അല്ല, രാമു എന്താ സ്റ്റേഷനിൽ ഇറങ്ങാതിരുന്നേ? ഇറങ്ങാൻ നേരം ഞാൻ നോക്കുമ്പോ കൃഷ്ണ മറന്നു വെച്ച ഡ്രോയിങ് ബുക്ക് സീറ്റിനിടയില്. പിന്നെ ഞാനിത് കീറാതെ സൂക്ഷിച്ചെടുത്തപ്പോഴേക്കും ട്രെയിൻ വിട്ടുപോയി. പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ബസ് പിടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് എത്തിയത്. താങ്ക് യു. ഈ ഡ്രോയിങ് ബുക്ക് തരാൻ വേണ്ടിയാണോ താൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നത്? ഒരു സഹായം. ഈ ബുക്കൊന്ന് കളഞ്ഞവൻ ഇവിടെ എല്ലാരും കൂട്ട പ്രാർത്ഥനയാ. എനിവേ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഡോക്ടർ രാജീവ്. ഹലോ, ഞാൻ രാമു. രാമു, ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ആഹാരം കഴിക്കാം. വാ. വന്നോളൂ. അങ്കിളെ വാ, നമുക്കൊരു ഗെയിം കളിക്കാം. മര്യാദ 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 മര്യാദ. മാമ്പഴപ്പുളിശ്ശേരി കുറച്ചൊഴിക്കട്ടെ? പിന്നെ മാമ്പഴപ്പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടാ. അമ്മ മരിക്കണതിന് മുമ്പ് ഒരുപാട് ഉണ്ടാക്കി തന്ന. മതി 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 മതി. കുറച്ചുകൂടി കഴിക്കുന്നേ? അയ്യോ മതി. കുറച്ച് വയറ് ബാക്കി വെച്ചാലേ ഇനി പായസം കഴിക്കാൻ പറ്റൂ. പായസം കഴിച്ച ശേഷം ഒരല്പം ചോറും മോരും കൂട്ടി കഴിക്കണം, എന്നാലേ സദ്യ പൂർണ്ണമാകൂ. അങ്ങനെ കൂടുതൽ കഴിച്ചാൽ നാളെ ചിലപ്പോൾ ഒരു വാർത്ത വരും. കൗതുക വാർത്തകൾ. ആക്രാന്തം കൊണ്ട് അമിതമായി ഭക്ഷണം വാരിക്കോരി കഴിച്ച രാമു എന്നയാൾ വയർ പൊട്ടിത്തെറിച്ച് മരിച്ചു. അങ്ങനെ കേൾക്കുന്നത് മോശമല്ലേ? ഇത്രയും ചിരിക്കാൻ മാത്രം എനിക്കൊന്നും തോന്നിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്തോ ഒരു ലക്ഷ്യം വെച്ചാ അയാളോട് വന്നിട്ടുള്ളൂ. എന്ത് ലക്ഷ്യം? പറയട്ടെ, നീ തന്നെ ലക്ഷ്യം. അതെ, കല്യാണത്തിന് ശേഷം പറയാൻ എന്തെങ്കിലും ഇത്തിരി ബാക്കി വെച്ചേക്കണേ. അപ്പോഴേക്കത് പേപ്പറിൽ വന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അവിടെ അടുത്ത്. സാറോ? സാറെന്താ ഇവിടെ? ഇവനെ തനിക്ക് നേരത്തെ അറിയോ? അറിയോന്നോ? ഇദ്ദേഹമാണ് വഴി ചോദിച്ചു നടന്ന എന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടാക്കിയത്. നല്ല സാറാ. ഇവൻ സൂര്യസിംഹൻ, എന്റെ മൂത്ത മോന. സൂര്യസിംഹൻ, ചന്ദ്രസിംഹൻ, സിംഗം 1 and സിംഗം 2. അച്ഛാ, ഒന്ന് വന്നേ. ആഹാരം കഴിക്കുന്നത് കണ്ടില്ലേടാ? നീ വന്ന് കഴിക്കേ. അച്ഛാ, ഒരു അത്യാവശ്യ കാര്യത്തിനാ.
ഓ ഇവൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. രാമു കഴി. നീയും പാടാ. എടാ എന്താടാ വീട്ടിലൊരു അതിഥി വന്ന നേരത്തെ ഇങ്ങനെ പെരുമാറാ? അയ്യോ കുഴപ്പമില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. പിന്നെ എന്നെ ഈ വീട്ടിലൊരു അംഗമായിട്ട് കണ്ടാൽ മതി. എന്താ സൂര്യ, എന്താ കാര്യം? അച്ഛൻ ആദിത്യ മര്യാദയിൽ സൽക്കരിച്ചിരുത്തിട്ടുള്ളവൻ ആരാണെന്നറിയോ? അവൻ നമ്മുടെ അതിഥിയല്ല. ഇളയച്ചനെ വെട്ടിക്കൊന്ന പുതുക്കോട്ടയിലെ വീരഭദ്രന്റെ മകനാണവൻ. ഇനി എന്ത് നോക്കി നിൽക്കുക? ആ വാളങ്ങിതാ ഇപ്പൊ തന്നെ വെട്ടിയെറിഞ്ഞ് കുഴിച്ചു മൂടിയേക്കാം. ചന്ദ്രസിംഹ വേണ്ട. വേണ്ടെന്നോ? നിന്നേക്കാ 10 ഇരട്ടി പകയുണ്ട് എനിക്ക്. ഈ തറവാടിനുള്ളിൽ രക്തം വീഴരുത്. വീണാൽ കോവിൽ അശുദ്ധമാകും. അന്നപൂർണേശ്വരി രുദ്രകാളിയായി ഭാവം മാറും. മറ്റൊന്ന്, ഒരു കാരണവശാലും എൻ്റെ അമ്മ അറിയരുത് ഇവിടെ ഒരു കൊല നടക്കാൻ പോകുന്ന കാര്യം. അറിഞ്ഞാൽ ആ ദയാദാക്ഷിണ്യത്തിൽ അവൻ രക്ഷപ്പെടും. ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. 30 കൊല്ലം കാത്തു നിന്നില്ലേ? കുറച്ചുകൂടെ ക്ഷമിക്കേ. അവൻ പടിവാതിൽ കടന്നാൽ ഉടൻ വെട്ടി അരിയണം. അവന്റെ തല വേറെ, ഉടല് വേറെ. അവന്റെ ഒരു കരച്ചില് പോലും അകത്ത് കേൾക്കരുത്. ചന്ദ്രസിംഹ പറഞ്ഞേക്ക് നമ്മുടെ ആളുകളോട്. രുദ്ര, ഓ, അകത്തുള്ള അതിഥി നമ്മുടെ ആജന്മ ശത്രുവാ. അവൻ ഈ പടിവാതിൽ കടന്നാലുടൻ വെട്ടി നുറുക്കണം. ഒരൊച്ച പോലും അകത്ത് കേൾക്കരുത്. അമ്മേ, അച്ഛനോട് പറഞ്ഞ് ചിലപ്പോ നടന്നേക്കും. അമ്മ കേക്കണ്ട. പിന്നെ അതൊന്നുമില്ലെന്നേ, പിള്ളേർക്ക് വേണ്ടിയല്ലേ. അല്ല, ഇതാര്? ഇതെന്നെ ചേട്ടനാ. ഇയാൾ എവിടെയായിരുന്നു ഇതുവരെ? ഉറങ്ങുമായിരുന്നു. ഓ, അവൻ എപ്പോഴും ഉറക്ക. കുംഭകർണനാ? മക്കൾ അങ്ങോട്ട് മാറിയിരിക്കെ. അച്ഛാ, രാമുവിന് അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന്. ഞാനിവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ വന്നതാ. എന്റെ അച്ഛന്റെ നാട് എവിടെയാ? ആഹാ, എന്താ മോന്റെ തറവാടിന്റെ പേര്? ആദ്യം വിഷയം പറയട്ടെ മുത്തശ്ശി. അതെ, എന്റെ ചെറുപ്പത്തില് അച്ഛനെന്റെ പേരിൽ കുറച്ച് പൈസ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഇട്ടിരുന്നു. ഇപ്പൊ അത് എടുക്കാൻ ചെന്നപ്പോ ആരെങ്കിലും ജാമ്യം നിൽക്കണമെന്ന്. സാറൊന്ന് വിചാരിച്ചാല്. അതിനെന്താ, തനിക്ക് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാം. എവിടേക്കാ? എന്റെ ബാഗ് എടുത്തില്ല. ബാഗ് ദേയിരിക്കുന്നു. ഒരു മിനിറ്റ്. കൃഷ്ണയുടെ ഡ്രോയിങ് ബുക്ക് ഞാൻ തന്നില്ലേ? ആ, തന്നിരുന്നു. മറന്നിട്ടില്ലല്ലോ? ഇല്ല. അത് കേട്ടാ മതി. അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ഡോക്ടർക്ക് സുഖം തന്നെയല്ലേ? മുത്തശ്ശി അനുഗ്രഹിക്കണം. നന്നായി വരും. ആയിക്കോട്ടെ, മുത്തശ്ശി ദീർഘസുമംഗലിയായി. ആ. ഇനിയിപ്പോ എന്താ ഈശ്വരാ? കൃഷ്ണയുടെ അമ്മേ, ഭക്ഷണമൊക്കെ നന്നായിട്ടോ. ആ മാമ്പഴപ്പുളിശ്ശേരി ഗംഭീരായി. അതെങ്ങനെയാ അത് ഉണ്ടാക്കണത്? അതുണ്ടാക്കിയത് മുത്തുമണിയാ. ഓ, മുത്തുമണി ചേച്ചി, ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂട്ടെങ്ങനെയാണ്? അത് പിന്നെ കേക്കാം. അയ്യോ, ഇന്ന് കഴിച്ച മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂട്ട് പിന്നെ കിട്ടില്ല. അതുകൊണ്ടാ ചേച്ചി. അതെ, ഈ ഈ ഈ എങ്ങനത്തെ മാമ്പഴമാണ് ഉപയോഗിക്കേണ്ടത് ഇതിനു വേണ്ടിട്ട്? നമ്മുടെ ഈ- പ്യൂർ ഗമാങ്ങ, ഗോമാങ്ങ, അല്ല, ഈ കണ്ണി. നമ്മുടെ കടുക്കാച്ചി ഓ, മാങ്ങയില്ലേ? കടക്കച്ചി മാങ്ങ, കടക്കച്ചി മാങ്ങ, അതെ, കണ്ണിമാങ്ങ പോലെ. കണ്ണിമാങ്ങയല്ല, നല്ല പഴുത്ത പഴുത്ത ഓ, നാടനുണ്ട്. പഴുത്തത്. ആ, അതെ, അതെ. പളപളാന്ന്. അതെടുത്തിട്ട് എടുത്തിട്ട് നന്നായി അത് കഴുകിയിട്ട് തൊലി കളഞ്ഞിട്ടാണോ? ഏയ്, ഇല്ലില്ല, തൊലി കളയാൻ തൊലി കളയാൻ പാടില്ല? ഏയ്, വേണ്ട വേണ്ട. അങ്ങനെ അത് കുറച്ചെടുത്ത് അപ്പോഴാ സ്വാദ്. നല്ലതുപോലെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിക്കണം. എന്നിട്ട് വെളിച്ചെണ്ണ അതിലേക്ക് നല്ലെണ്ണ, ഒഴിക്കുക. ഒലിവ് ഏയ്, ഏയ്, വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ. ആ, ഓർത്തുവച്ചില് മറന്നുപോയി. വെളിച്ചെണ്ണ തന്നെ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ, എന്നിട്ട് അതിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട്. കടുക്, ഉലുവ, ആ, ഉലുവ. അയ്യോ, എന്റെ അമ്മേ, എനിക്കത് കിട്ടൂല. എനിക്ക് ആലുവന്ന് എപ്പോഴും കിട്ടുള്ളൂ. ഉലുവ. ആ, ഉലുവ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ കടുക് ഇടൂ. കടുകിടണം. കുറച്ച് മതി. ആ കടുകിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടി ഇട്ട് ആ കടുക് കുറച്ച് പൊട്ടി കടുക് കഴിയുമ്പോ- ഉദ്ദേശത്രണം വരും. അയ്യോ, അതിപ്പോ എങ്ങനെയാ? കുറച്ച് മതി. അത് കറക്റ്റ് ആയിട്ട് പറയണം. എണ്ണം തെറ്റാൻ പാടില്ല. ചേരുവ. എണ്ണം പറഞ്ഞ ഞാൻ തരാം.
പോസ്റ്റ് ഓഫീസ് ഇപ്പൊ പൂട്ടും. പോസ്റ്റ് ഓഫീസ് പൂട്ടാറായല്ലേ? അയ്യോ, ഭക്ഷണം ഉണ്ടാക്കി തന്ന രുദ്രനെ കണ്ടില്ല. രുദ്രൻ പുറത്തു വെപ്പുണ്ട്. ഓ ആണോ? ബൈ അങ്കിൾ. ഹായ് കുട്ടികൾ. എന്താ മക്കളെ, അങ്കിള് പോണ്ടെന്നാ കളിക്കാന്നോ? ഓക്കെ, എന്ത് കളിയാ നമ്മളിപ്പോ കളിക്കാ? ആനപ്പുറത്ത് എറിയുണ്ടോ? ഇല്ല. എന്നാ ആന കളിക്കാം. ഓക്കെ, ഞാൻ കൊമ്പനാന. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചുള്ളൂ. എന്റെ അമ്മേ, ആന ഇപ്പൊ പെണ്ടുവിട്ടേനെ. പോവാം. ഓ ടാറ്റാ. ടാറ്റാ. അയ്യോ, എന്തു പറ്റി? എന്റെ പേഴ്സ് കാണാനില്ല. എന്റെ എല്ലാ സമ്പാദ്യം അതിനകത്താ. ഇത്ര നേരം ഉണ്ടായതാ കയ്യില്. ചുമ്മാ. ശുക്ക്. എല്ലാരും ഒന്ന് നോക്ക്. കിട്ടണേ. പേഴ്സ് കിണ്ടി അല്ല കിട്ടി. പേഴ്സ് കിട്ടി. ഗോമാതാക്കളോട് യാത്ര പറഞ്ഞില്ല. ഇപ്പൊ വരാവേ. ഗോമാതാവേ, ഞാൻ പോയിട്ട് വരട്ടെ. പശു, ഞാൻ പോയിട്ട് വരട്ടെട്ടാ. ഈ പശു ഞാൻ അല്ലേ. ബൈ ബൈ. പോയിട്ട് വരാവേ. ടാറ്റാ. എന്തൊരു ഐശ്വര്യമുള്ള വീടായത്. അത്രയും ദൈവാധീനമുള്ള ഈ വീട്ടിൽ താമസിക്കണം നിങ്ങളെല്ലാവരും ഭാഗ്യവന്മാരാ. ശരിക്കും എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. ഇവിടുത്തെ ഓരോ തൂണും കാണുമ്പോ എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നുക. ഓ ഈശ്വര, എന്താ വീടല്ലേ. ഒരു വീടിന്റെ ഐശ്വര്യം തൂണുകളാണ്. തൂണുകളുള്ള വീടുകൾ കാണുമ്പോൾ ഈശ്വരൻ കുടിയിരിക്കണ പോലെ തോന്നും. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെന്നല്ലേ. ഈ വീട് ഒരു സ്വർഗാണ്. സ്വർഗമാണ് ഈ വീട്. എനിക്ക് ഈ വീടിനെ സ്നേഹിച്ചത് മതി. വാ. സുഖമല്ലേ? പിന്നെ എനിക്ക് ദേവിയോടൊന്ന് പ്രാർത്ഥിക്കണം. അവൻ പുറത്ത് കിടന്ന ഉടനെ വാതിലടച്ചേക്കണം. അമ്മ അറിയരുത്. ഉടനെ ആശുപത്രിയിലെത്തിക്കണം. അയ്യോ അയ്യോ, ആശുപത്രി പോട്ടാ. വേണം, ആശുപത്രി കൊണ്ടുപോയേ പറ്റൂ. അയ്യോ, ആശുപത്രി എനിക്ക് അലർജിയാണ്. എന്തിനാ ആശുപത്രി? ഡോക്ടർ അല്ലേ ഇവിടെ ഉള്ളേ. രാജീവേ, നീ നോക്കിയാ മതി. എവിടെയാ വേദനിക്കുന്നേ? എവിടെയാ വേദന? ഇവിടെ. ഇത് അത്ര പെട്ടെന്ന് മാറും തോന്നുന്നില്ല. എന്നാ വേഗം എടുക്ക്, നമുക്ക് വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോവാ. വേണ്ട, ഇവിടെ വെച്ച് അപകടം പറ്റി. ഡോക്ടർ ഉണ്ടല്ലോ. ഇനി അഥവാ വൈദ്യന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം. എന്തായാലും രാമു ഇവിടുന്ന് സുഖമായിട്ട് പോയാ മതി. മുകളിലേക്ക് എടുത്തോ. മോളിലേക്കാ? മുകളിലത്തെ മുറിയിലേക്ക്. സൂക്ഷിച്ച് സൂക്ഷിച്ച് വീഴാണ്ട് നോക്കണേ.
തിങ്കൾ നിലവായിന്നിതുമേലെ വർണ്ണക്കൊടി ചൂടീണമാകെ വന്നീ ബലി കൈക്കൊള്ളുക കാണിമായേ ചെന്തി വിഴുതി നീട്ടുക കാണിമായേ നന്മക്കുടമേലുകയമ്മേ നീ മായേ. കാല് ചെറുതായൊന്ന് പൊക്കിക്കേ. ഏയ്, ഇല്ലില്ലില്ല. ആ, ചെറുതായൊന്ന് മടക്കി നോക്കി. ഈ കാല എല്ലിനും മസിൽസിനും ഒന്നും കുഴപ്പമില്ല. എന്താ ഇപ്പൊ എവിടെയാ വേദന? അങ്ങനെ ഇന്ന സ്ഥലന്നില്ല, ഇവിടെ എവിടേക്കോ കുത്തുക. ആ, ഇനി ഡിസ്കിനെങ്ങാനും പരിക്കുണ്ടായ തലച്ചോറിലേക്കുള്ള വെയിൻ വീക്കം. അങ്ങനെ സംഭവിച്ച ഇടത് കൈയുടെ ചെറുവിരൽ ദാ ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. ചെറുവിരൽ അനങ്ങുന്നു. അയ്യോ, ദേ അനങ്ങണു. ആ, ഇത് കുഴപ്പമാ. നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? അയ്യോ, വേണ്ട വേണ്ട. എന്തിന്? ഈ അസുഖം ഈ തറവാട്ടി കുറച്ചുനാള് കിടന്നാലേ മാറൂ. രാജീവ് എന്തേ പറയുന്നേ? കൃഷ്ണവാ, ഒരു വിരൽ മാത്രം അനക്കൊണ്ടിരുന്നിട്ട് ഒടുക്കത്തെ പണിയായി പോയി. മസിൽ വെട്ടിക്കേറിയും തോന്നണ്. തള്ളേ, ഇത് ഏത് സ്ഥലം? വലിയ പിടിയടെ തള്ളേതാ റാഞ്ചിക്ക് കൊണ്ട് പോണു. എന്നെ എവിടെയെങ്കിലും കൊണ്ടെന്ന് വയ്യടേ. ആ തള്ളേ, അതാര്? തള്ളേ, ഇതെന്തൊരു സഹ്യപർവ്വതോ? ഓ, തലമണ്ടക്കിട്ട് തടവല്ലേ. ഓ, കേറിയിരിക്കാൻ പോണ. അയ്യോ, എന്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയേ. അമ്മച്ചിയാണ് വലിയ വില കൊടുക്കേണ്ടി വരും. രാമു, നീ എവിടെ? നടുവിന് വേദന കുറവുണ്ടോ രാമു? വേദന കുറവൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ കുത്തുക. കുറുക്കന്റെ ബുദ്ധിയല്ലേ തനിക്ക്? ഒരപകടത്തിൽപ്പെട്ട അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് തനിക്ക് നന്നായിട്ട് അറിയാല്ലേ? എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പൊട്ടിവീണ ഊഞ്ഞാലിൽ നിന്ന് അതിവിദഗ്ധമായല്ലേ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, സമയം നല്ലതാണെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും രക്ഷപ്പെടും. മോശമായാൽ ഇതുപോലൊരു ബ്ലേഡ് മതി ജീവനെടുക്കാൻ. ജന്മം നൽകിയവരുടെ പാപഫലങ്ങൾ മക്കൾ അനുഭവിച്ചേ പറ്റൂ. അതിന് പാവം മക്കളെന്ത് പിഴച്ചു? മാതാപിതാക്കളുടെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുണ്ടെങ്കിൽ പാപത്തിലും പങ്കിട്ടു. താൻ തന്റെ അച്ഛന്റെ ഡിപ്പോസിറ്റ് തുക മേടിക്കാനല്ലേ വന്നത്? അതുപോലെ ഇന്ന് നിന്റെ കാര്യം തീർക്കാൻ എനിക്ക് പറ്റിയില്ല, നാളെ തീർത്തു തരാം. ഞാൻ പോസ്റ്റ് ഓഫീസിലെ കാര്യമാണ് പറഞ്ഞത്. മനുഷ്യനെ പേടിപ്പിക്കാൻ ലൈറ്റ് ഇട്ട് നിൽക്കുക.
2 മണിയോ? ദിവസം ഇങ്ങോട്ടെ എണ്ണമെത്തിയനിയ ചക്ക വീണു മുയൽ ചത്ത പോലെ ഇനി എപ്പോഴും നടക്ക ഇങ്ങോട്ടെ നിന്റെ അന്ത്യമനിയ രാവിതൊന്നു മാത്രം നിനക്കായി ബാക്കിയുണ്ട് തനിയ മേലെ നോക്കി ഇനി താരമെണ്ണു അതിനില്ല പോലും സമയം കണ്ടെത്താൻ വേറെ എന്തു വഴി നീ Have a nice day. Thank you. അല്ല നടുവേദന മാറിയോ? ഞാനത് മറന്നു. മറന്നോ? അല്ലല്ല, പറയാൻ മറന്നു. അത് ഇന്നലെ ഒരു 12-15 നടുവേന പോയി കേട്ടാ. ഒരു പ്രശ്നമില്ല, നടുവെച്ച് ഞാനിപ്പോ എന്തും ചെയ്യും. അപ്പൊ പിന്നെ പോകാം അല്ലേ? രാവിലെ തന്നെ നിന്റെ പണി തീർത്തേക്കാം. എന്ത് പണി? പോസ്റ്റ് ഓഫീസിലെ പണി. അതൊക്കെ ഇപ്പോ സാറൊക്കെ ഇനി എഴുന്നേറ്റ് വരണ്ടേ? സാർ എഴുന്നേറ്റ് റെഡിയായി നിനക്ക് വേണ്ടി കാത്തിരിക്കുക. വാ. എന്റെ ബാഗ്. ബാഗ്. അയ്യോ, ഞാൻ കുളിച്ചില്ല. പല്ല് തേച്ചാവോ ഞാൻ? ബൈ.